പ്രകൃതിയുടെ അനന്തമായ സൗന്ദര്യം തൊട്ടുണർത്തുന്ന പാടശേഖരങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇത് എപ്പോഴും ഞങ്ങൾ പണ്ട് വന്നിരിക്കാറുള്ള ഞങ്ങളുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നമ്മളെ മമ്മി പപ്പയും ഞാനും ചേട്ടായിയും എല്ലാവരുമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു. ഈ പാടത്ത് വന്നേക്കാം കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മെമ്മറി തരുന്ന ഒരു പാടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും ഞങ്ങൾ പണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഇത് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് വന്നാലാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയിൽ പുറത്തിറങ്ങാൻ തന്നെ സാധിക്കുള്ളൂ. സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിന്റെ ബാക്കിലേക്കായിട്ട് സൂര്യൻ മറഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ. ഈ പാടത്ത് ഇതാണ് ശരിക്കും തോട്ടർപുഞ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലതായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പല സ്ഥലം കപ്പ നട്ടിട്ടുണ്ട്. ഇതിന് മുൻപൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ആമ്പൽക്കുളം ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് മുട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിർഭാഗ്യവശാൽ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത്രയും മനോഹരമായ പാടശേഖരങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ദയവായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഭൂമിയുടെ സമ്പത്തുകളെ നിങ്ങളാരും നശിപ്പിക്കാതിരിക്കുക കേട്ടോ. പാടശേഖരങ്ങളുടെ ഇടയിലൂടെ ഈ ട്രെയിൻ പോകുന്ന കാഴ്ച സൂപ്പറാണ്. എപ്പോഴും ഇവിടെ വരുമ്പോൾ കാണാറുള്ള തോട്ടർപുഞ്ച ഇതാണ്. ഞങ്ങളുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.